അപ്രതീക്ഷിതമായിട്ടാണ് ഈ മൂവാറ്റുപുഴയിൽ ഇപ്പോ പുതിയ കാൻഡിഡേറ്റ് ആയിട്ട് വരുന്നത് അല്ലെ? എല്ലാത്തിനെയും അന്ധമായ ഒരു രാഷ്ട്രീയം നമുക്കില്ലായിരുന്നു, മൂവാറ്റുപുഴക്കാർക്കില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമുക്കിപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയും. അപ്പൊ എന്നോട് പലരും ഇങ്ങനെ, ഞാൻ ജില്ലാ പഞ്ചായത്തിൽ അന്ന് മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിലൊക്കെ ജയിച്ചുകൊണ്ടാകാം, എന്തെങ്കിലും കാര്യമായി ഞാൻ മത്സരിക്കാൻ പോകുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണമാണ്. എന്റെ സുഹൃത്തുക്കളുമായി ഞാൻ അഭിപ്രായ വ്യത്യാസത്തിലാണ്, പാർട്ടിക്കകത്തടക്കമുള്ള അല്ലെങ്കിൽ മറ്റു മേഖലകളിലുള്ള സുഹൃത്തുക്കളായിട്ട് അഭിപ്രായം, ഇങ്ങനെ കല്ല് വച്ച നുണകൾ ഇങ്ങനെ വ്യക്തിപരമായി എന്നെ കുറിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ എന്റെ സഹോദരി ഭർത്താവ് മന്ത്രിയാണ്. അപ്പോ ഞാൻ അദ്ദേഹത്തെ ഉപയോഗിച്ച് മൂവാറ്റുപുഴയുടെ വികസനത്തെ തുരങ്കം വയ്ക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ MLA മോശക്കാരനാക്കാൻ നോക്കുന്നു. ആരോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കോ പറഞ്ഞു കൊടുത്തു ഞാനെന്തോ മത്സരിക്കാൻ പോവുക എന്നുള്ള രീതിയിൽ. ഞാൻ അത്തരത്തിൽ ചിന്തയിലേക്ക് പോലും പോവാത്ത സമയത്ത് സത്യത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത് അവരാണ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കൂല, ഞാൻ തുറന്നു പറയാം, എന്റെ ഇല്ലാത്ത ചിന്തയായിരുന്നു. അപ്പൊ അങ്ങനെ നിരന്തരം പറഞ്ഞ് നമ്മുടെ പാർട്ടി സഖാക്കളും അത് ചർച്ചയിലേക്ക് വന്നു. CPM സഖാക്കൾ ഉൾപ്പെടെ നമ്മുടെ മുന്നണിയിലുള്ള സഖാക്കളും ഒക്കെ ചർച്ചയിലേക്ക് വന്നു. അങ്ങനെ ആ ചർച്ച ഗ്രാജുവലി വളരെ സജീവമായി വന്ന് സ്വാഭാവികമായിട്ടും എനിക്കെതിരെ നുണകൾ പറഞ്ഞു വരുമ്പോൾ എനിക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പലതും പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിയത്. ഒരു ജെനുവിൻ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നതാണോ അതോ പ്രത്യേകിച്ച് താങ്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കി വരുന്നത്? ടാർഗറ്റ് ചെയ്ത് തന്നെ വരുന്നതാണ്. ഇപ്പൊ ഞാനല്ല മറ്റൊരാളായിരുന്നു ഇപ്പൊ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ അദ്ദേഹത്തിനെതിരെ അത് വന്നേനെ. അത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്, ഒരു മാരീചൻ. അതായത് മാരീചൻ എന്ന് വിശേഷിപ്പിക്കാം ഇത്തരം മാധ്യമങ്ങളെ. അപ്പൊ ആൾമാറാട്ടം നടത്തി കടന്നു വരുന്ന ഇത്തരം ഒരു ദുസ്സൂചനയാണത്. മാത്യു കുഴൽനാടൻ എന്നരും താരതമ്യാണ്. അപ്പൊ എന്നെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ബിടെക് ബിരുദധാരി, പിന്നെ എന്തൊക്കെയോ MBA, ഞാൻ കോളേജ് പോലും കണ്ടിട്ടില്ല. അതുകൂടാതെ സുമുഖൻ, എന്റെ പേരിന്റെ അപ്പോ ആളുകൾ വിചാരിക്കും ഞാൻ എന്തോ എന്നെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്താൻ വേണ്ടി എന്താ അഭ്യസ്ത വിദ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്ത് വൃത്തികെട്ട ഒരു തെരഞ്ഞെടുപ്പ് രീതിയാണ് അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ LDFന്റെ ജാഥ ഇവിടെ വന്നിരുന്നു. ജോസ് കെ മാണി നയിച്ച നമ്മുടെ വികസന മുന്നേറ്റ ജാഥയുടെ കടന്നു വന്നപ്പോ അതിന്റെ വാഹനത്തിൽ ഞാൻ കയറിയില്ല, ഇറങ്ങിപ്പോയി. ജോണി നെല്ലൂർ കയറിയത് കാരണം ഞാൻ ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഞാൻ മത്സരിച്ച സമയത്തല്ലാതെ ഒരിക്കൽ പോലും, ഞാൻ AIYFന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, AISFന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു, പാർട്ടിയുടെ ജാഥകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നെ ആ വാഹനത്തിന് മുകളിൽ കാണാൻ സാധ്യമില്ല. 2006 LDF ആണ് ഇവിടെ വിജയിച്ചത്. ശേഷം 2011 UDFന് സീറ്റ് പോയി. 2016 എൽദോ എബ്രഹാം വിജയിക്കുകയാണ്. അതിന് തൊട്ടുമുമ്പ് ബാബുപോൾ. 2021 ശ്രീ മാത്യു കുഴൽനാടൻ. ഇപ്പൊ 2026 അങ്ങ് മത്സരിക്കുക. മാറി മറഞ്ഞു പോകുന്ന ഒരു വിധി നിർണയ രീതിയാണ് ഈ മൂവാറ്റുപുഴയിൽ. എന്താണ് താങ്കൾ ഈ മണ്ഡലത്തിൽ പുതുതായിട്ട് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മൂവാറ്റുപുഴയുടെ സമഗ്രമായ വികസനം തന്നെയാണ്. അത് ഏറ്റവും ശാസ്ത്രീയമായി നടപ്പിലാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വരുന്ന ഫണ്ടുകൾ നമ്മുടെ നാടിന് സാധ്യമായ രീതിയിൽ, അതായത് അശാസ്ത്രീയത കണ്ടമാനം നമ്മുടെ നഗരവികസനത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ മൂവാറ്റുപുഴയുടെ കാർഷിക മേഖല തകർന്നടിക്കുന്നുള്ളതാണ് സത്യം. അത് സംരക്ഷിക്കാനോ അതിനുവേണ്ടി ഇടപെടാനോ അത് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു വാങ്ങിയെടുക്കുവാനോ ഇവിടെ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഉത്തരവാദിത്വ ജനപ്രതിനിധി ഉണ്ടായിരുന്നില്ല. കാർഷിക മേഖല, പൈനാപ്പിൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പറഞ്ഞത്. പിന്നെ മൂവാറ്റുപുഴയുടെ ഏറ്റവും വലിയ സാധ്യത നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മൂവാറ്റുപുഴ ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. മൂവാറ്റുപുഴയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി, അതായത് MLA ഉണ്ടായിരുന്നില്ല. എൽദോ എബ്രഹാമിന്റെ സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിലുടനീളം ക്ഷേമ പ്രവർത്തനങ്ങൾ നന്നായി നടന്നിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം. ഇപ്പോ ശ്രീമാൻ മാത്യു കുഴൽനാടൻ അദ്ദേഹത്തിന്റെ വികസന രേഖ എന്ന രീതിയിൽ ഒരു വലിയ ബുക്ക്ലെറ്റ് അടിച്ചിട്ടുണ്ട്. മനോഹരമായ ബുക്ക്ലെറ്റാണ്, കാണാൻ. അതിലൊക്കെ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ 16-21 കാലയളവിൽ എൽദോ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന പദ്ധതികളാണ്. എത്രയാണ് നമുക്കെടുത്ത് നഗരവികസനം വരെ അദ്ദേഹത്തിന്റേതാക്കി മാറ്റുകയല്ലേ ചെയ്ത്. കഴിഞ്ഞ ദിവസം നമുക്ക് എത്ര വിചിത്രമായ കാഴ്ചയാണ് അത് കണ്ടുനിന്ന് നിവൃത്തിയില്ലാതെ തോന്നുന്നു. ബാബുപോൾ സഖാവ് അങ്ങനെ ഒരു പ്രസംഗം അവിടെ നടത്തി. സാധാരണ അദ്ദേഹം അങ്ങനെ പറയണ ആളല്ല.
നമ്മുടെ മൂവാറ്റുപുഴ TV ഗസ്റ്റ് ഹൗസ്, ആ ഗസ്റ്റ് ഹൗസ് ഒക്കെ അദ്ദേഹത്തിന്റെ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഇവിടെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതിയും തന്റേതെന്ന് പറയാൻ ഒരു ജാള്യതയില്ല. അദ്ദേഹത്തിന്റെ സമ്പൂർണമായ പ്രചരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷങ്ങൾ പൂർത്തീകരിക്കാത്ത അല്ലെങ്കിൽ കോമയിലായിരുന്ന ഉപേക്ഷിക്കപ്പെട്ട മൂവാറ്റുപുഴയുടെ മുഖം അദ്ദേഹം വീണ്ടെടുത്തു എന്നുള്ളത് മനോഹരമായ നഗരവികസനം യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. പറഞ്ഞാലേ ഇപ്പൊ ഈ ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ്. ലാൻഡ് അക്വിസിഷൻ നടപടികൾ മുഴുവൻ പൂർത്തീകരിച്ച് നിർമ്മാണ ഘട്ടത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും എത്തി നിൽക്കുമ്പോഴാണ് നിർഭാഗ്യവശാൽ എൽദോ എബ്രഹാം പരാജയപ്പെടുന്നത്. വെറുതെ നോക്കി നിൽക്കുന്ന MLA മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അക്വയർ ചെയ്ത ഭൂമി, അതായത് ഗവൺമെന്റ് പണം കൊടുത്ത് വാങ്ങിയ അക്വയർ ചെയ്ത ഭൂമി പോലും ഉപയോഗിക്കാതെ മൂവാറ്റുപുഴ ഇനി എന്നാണ് ഒരു നഗരവികസനം സാധ്യമാവുന്നത്? എത്ര കൊല്ലം കാത്തിരിക്കേണ്ടി വരും? എന്ത് മുൻകൈ ഉണ്ടായിട്ടുണ്ട് MLAക്ക്? എന്ത് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് MLAക്ക്? പല ഘട്ടങ്ങളിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോൾ പറയുന്നത് ഗവൺമെന്റ്, അതായത് മുഖ്യമന്ത്രിയുടെ പാർട്ടി അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയുടെ പാർട്ടി ഇടപെട്ട് ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു പ്രാവശ്യം 2.5 വർഷം മുമ്പെന്തോ ട്രെയിനിങ്ങിന് പോയി ഒരു ഉദ്യോഗസ്ഥ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, തഹസിൽദാരാണ്. അവര് മാറി ബേസിൽ കുരുവിള എന്ന് പറയുന്ന ആള് വന്നിട്ട് 2.5 കൊല്ലമായി. അദ്ദേഹത്തിന്റെ ഇടപെടൽ കൂടി ഇവിടെ നടക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾക്ക്. അവരോടൊക്കെ വ്യക്തിപരമായി ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു തരും. എന്തായിരുന്നു നഗരവികസനവുമായി ബന്ധപ്പെട്ട് MLAയുടെ മുൻകൈ എന്നുള്ളത്? ഇവിടെ നടന്നതൊക്കെ ഇപ്പൊ സത്യം പറയാൻ മൂവാറ്റുപുഴയില് ഒരു മായക്കാഴ്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന മായക്കാഴ്ചകൾ പണം ഉപയോഗിച്ച് മൂവാറ്റുപുഴ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പൊ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? കാരണം ഈ മാറ്റുകൊള്ളാനും വന്നില്ലെങ്കിൽ നഗരവികസനം ഈ റോഡൊക്കെ എങ്ങനെ ആവുമായിരുന്നോ എന്ന് കരുതുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് മൂവാറ്റുപുഴയിലെ ചിലർ ഇത് തുരങ്കം വയ്ക്കുന്നതിനും ഇതിനെതിരെയും സജീവമായ ഇടപെടൽ ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇരയായി മാറി, എനിക്കൊന്നും ചെയ്യാനുള്ള അവസരം തരുന്നില്ല. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് തയ്യാറുണ്ടോ? ഞങ്ങൾ വന്നിരിക്കാം, ഞാനോ മുൻ MLAമാരോ മുൻ മുനിസിപ്പൽ ചെയർമാൻമാരോ ഞങ്ങൾ ആരും വേണ്ടി ചെന്നിരിക്കാം, ഞങ്ങൾ ചർച്ചയ്ക്ക് വരാം. ഒരു സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകട്ടെ. എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് ഈ MLAയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അത് നിരന്തരം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഇടതുപക്ഷം കൊണ്ടുവന്ന പദ്ധതികൾ നിങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഗീർവാണം മുഴക്കുന്നുണ്ട്. നിങ്ങൾ ഒരു പദ്ധതി മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ആ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞുകൊണ്ട് എനിക്ക് പദ്ധതി തരില്ലായിരുന്നു എന്നാണ്. ഇതേ വ്യക്തി തന്നെ പറയുന്നു മൂവാറ്റുപുഴ വാങ്ങിയെടുത്തു. അത് എവിടെ നിന്ന് വാങ്ങിയെടുത്തു? കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുത്തു എന്നാണ്. ബഡ്ജറ്റ് വരുമ്പോ ഇങ്ങനെ ഒരു കാപട്യം, അതായത് ഒരു ചോദ്യം വരുമ്പോ ഒരു ഉത്തരം പറയും. അതായത് പറയുന്നത് എന്താണ്? മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് എന്നെ അവഗണിക്കുന്നു. വേറൊരു ചർച്ച പറയും മൂവാറ്റുപുഴയിലേക്ക് ഞാൻ കണ്ടമാനം ഫണ്ട് കൊണ്ടുവന്നു. ഒരു പരസ്പര വിരുദ്ധമായിട്ട്. പിന്നെ നുണ ഇങ്ങനെ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമാണെന്ന് ചിലരെങ്കിലും ധരിപ്പിക്കാമെന്ന ചിന്തയായിരിക്കാം ഇത്തരം വർത്തമാനങ്ങൾക്ക് കാരണമാകുന്നത്. നമ്മളെപ്പോഴും ഈ മൂവാറ്റുപുഴ നഗരസഭയുടെ ഈ പറയുന്ന BO ജംഗ്ഷൻ മുതൽ വെള്ളൂർക്കുന്നം വരെയുള്ള ഒരു സ്ഥലത്തെ വച്ചുകൊണ്ടാണ് നമ്മളിതിന്റെ ഗ്രാഫ് കാണുന്നത്. ഇനി അത് തന്നെ എടുക്കാം. എന്നാലും മറ്റു കാര്യങ്ങൾ, ട്രാഫിക്കിന്റെ കാര്യത്തിൽ നമ്മളത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ നഗരത്തിന്റെ ഉള്ളിൽ ബൈപ്പാസ് വളരെ ദയനീയമാണ്. പിന്നെ അടുത്തത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, അടിസ്ഥാന സൗകര്യങ്ങളില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡ്, അതായത് മൂവാറ്റുപുഴ വളരെ പിന്നോട്ട് പോവുകയാണ് എല്ലാ തരത്തിലും. കാർഷിക മേഖലയിൽ സജീവമായിട്ട് നമ്മൾ ഇടപെടേണ്ട ഒരു സമയമൊക്കെയാണ്. മൂവാറ്റുപുഴയ്ക്ക് ഒരു പുതിയ മുഖത്തെക്കുറിച്ച് ആലോചിക്കും. മൂവാറ്റുപുഴയ്ക്ക് ഒരു പുതിയ മുഖം വേണം. സാധ്യമായ രീതിയിൽ ആ ചിന്ത, ആ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. അതിനിപ്പോ ഞാൻ മാത്രം ഒരു പ്രോജക്ട് തയ്യാറാക്കിയിട്ട് കാര്യമില്ല. എന്റെ പ്രസ്ഥാനം, എന്റെ മുന്നണി മാത്രം ഇരുന്നിട്ട് കാര്യമില്ല. നമ്മളെക്കാളൊക്കെ സാധ്യമായ, നമ്മളെക്കാളൊക്കെ അപ്പുറത്ത് ചിന്തിക്കാൻ കഴിയുന്ന ഒത്തിരി എക്സ്പേർട്ടുകളുണ്ട്. മൂവാറ്റുപുഴയെ നന്നായി അറിയാവുന്ന ആളുകൾ. അത്തരത്തിലുള്ള ആളുകളെ അത് വിളിച്ചു ചേർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1-2 പേരെ അല്ല. ഒരാളോട് ഒരു അഭിപ്രായം ചോദിക്കുന്നത് നമ്മുടെ കുറവല്ല. ഒരാളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് നമ്മുടെ വലിപ്പമാണെന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, മറ്റേത് പ്രവർത്തനത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മികവ് പുലർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉപദേശങ്ങളും നല്ല സൗഹൃദങ്ങളും എനിക്ക് ഉണ്ടായിട്ട് മാത്രമാണ്. അപ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിൽ, പ്രത്യേകിച്ച് വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എൻ അരുൺ എന്ന് പറയുന്നത് 2025 മുമ്പിട്ട് AIYFന്റെ 1 മാസം മുമ്പ് വരെ അതെ ആയിരുന്നു അല്ലേ. അപ്പൊ യൂത്ത് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള, നമ്മുടെ പ്രത്യേകിച്ച് മൂവാറ്റുപുഴ പോലെയുള്ള ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള
ആളുകളല്ല. അപ്പോൾ ആയിരിക്കണമല്ലോ. അപ്പോൾ ആ തരത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ, പദ്ധതികൾ വിഭാവനം ചെയ്യാൻ പറ്റുന്നുണ്ട്? മൂവാറ്റുപുഴയിലെ ചെറുപ്പക്കാർക്ക് തൊഴിലവസരം ഉണ്ടാവണമെങ്കിൽ അതിന് പറ്റിയ സ്ഥാപനങ്ങൾ വേണം, അതിന് പറ്റിയ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ജില്ലയെ വേണമെങ്കിൽ രണ്ടായി തിരിക്കാം. ഒന്ന് നഗരപ്രദേശവും നമ്മുടെ കിഴക്കൻ മേഖല ഉൾപ്പെടെയുള്ള നമ്മളൊക്കെ ആദ്യം പറഞ്ഞിട്ടുള്ള 2 ജില്ല എന്ന് പറയുന്ന കൺസെപ്റ്റിൽ തന്നെ ഇത് രണ്ടായി നമ്മൾ തിരിച്ചിട്ട് അതിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സായി മൂവാറ്റുപുഴ നമുക്ക് മാറ്റാൻ സാധിക്കും. പെട്ടെന്നുണ്ടായ ഒരു എൻ അരുണല്ല. അച്ഛൻ രാഷ്ട്രീയത്തിൽ, അമ്മ പൊതുപ്രവർത്തനം ഇതൊക്കെയായിട്ടുള്ള ഒരു സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം പാർട്ടി കുടുംബങ്ങളായ ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ? എന്റെ അച്ഛന്റെയും അമ്മയുടെയും വീട് തൃക്കളത്തൂർ തന്നെയാണ്. തൃക്കളത്തൂര് പായിപ്ര, അവിടെയാണ് വീട്. അച്ഛൻ പഞ്ചായത്ത് അംഗമായിരുന്നു. ജോലിക്കൊപ്പം ജോലി ഉണ്ടായിരുന്നു KSRTC പാർട്ടി തന്നെയായിരുന്നു. പിന്നെ ബന്ധുക്കളാണെങ്കിൽ എന്റെ അമ്മാവൻ ഏതാണ്ട് നാൾ മുമ്പ് മരണപ്പെട്ടു. അമ്മയുടെ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു തറവാട്ടുകാരനെ വിശേഷിപ്പിക്കുകയാണ്. അദ്ദേഹം CPM-ന്റെ അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുത്ത നല്ല ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റായിരുന്നു. അച്ഛന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോയാലും അവിടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവിടെ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയുടെ സഹോദരന്മാരൊക്കെ പാർട്ടിക്കാരായിരുന്നു. കുടുംബക്കാർ മുഴുവൻ ഏറെക്കുറെ എല്ലാവരും ഒരു ഇടത് ആഭിമുഖ്യമുള്ള ആളുകൾ തന്നെയായിരുന്നു. അങ്ങനെയായിരിക്കാം ഞാനും ഇതിലേക്ക് തന്നെ വന്നത്. മാത്രമല്ല എന്റെ സഹോദരിയും സജീവ പാർട്ടി പ്രവർത്തകയായിരുന്നു. വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ദേശീയ ചുമതലകളിലൊക്കെ ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴയിലെ ജനങ്ങളോട് ഈ ഇലക്ഷനിൽ, ഈ മത്സരത്തിന് കാലുവയ്ക്കുമ്പോൾ താങ്കൾക്ക് അവരോട് എന്താണ് പറയാനുള്ളത്? മൂവാറ്റുപുഴ ജനതയിൽ വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മൂവാറ്റുപുഴ നിവാസികളോട് പറയാനുള്ളത് നേര് തിരിച്ചറിഞ്ഞ് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നിരവധി മായക്കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആ മായക്കാഴ്ചകൾക്കിടയിൽ നേരിനെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനും വേണ്ടപ്പെട്ടവരോട് അത്തരത്തിൽ ഒരു നിർദ്ദേശം വയ്ക്കുവാനും തയ്യാറാകണമെന്നാണ് പറയാനുള്ളത്. ഒരു കാര്യം ഉറപ്പുവരാം, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ ഞാൻ ചെയ്തത് ഒരു തെറ്റായിപ്പോയി എന്നൊരു ചിന്ത എനിക്ക് വോട്ട് ചെയ്ത ഒരു മൂവാറ്റുപുഴയിലെ സമ്മതിദായകനും ഉണ്ടാകില്ല. ആ ഒരു ഉറപ്പ് മാത്രം തന്നുകൊണ്ടാണ് ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. രണ്ടുപേരും പ്രഗത്ഭരാണ്, രണ്ടുപേരും പ്രശസ്തരാണ്, സംസ്ഥാന നേതൃത്വങ്ങളിലുള്ള വ്യക്തികളാണ്. ശ്രീ എൻ അരുൺ ഈ ഇലക്ഷനിൽ അദ്ദേഹം താൻ എന്താണ് മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നൽകുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.